CPM പിണറായി വിജയനെ കൈവിട്ടു. കാരണം പാർട്ടിയുടെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് വടകര. ആ വടകരയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പാർട്ടി പരിപാടിയിൽ പിണറായി വിജയൻ പങ്കെടുക്കാനെത്തുമ്പോൾ മുഖ്യമന്ത്രിയും തിരുവായ്ക്ക് എതിർവായില്ലാത്ത കിരീടം വെച്ച് വാഴുന്ന പിണറായി വിജയൻ അവിടെ പങ്കെടുക്കാനെത്തിയപ്പോൾ ആകെ സദസ്സിലുണ്ടായിരുന്നത് 20 പേരാണ്. ബാക്കിയുള്ളവർ ആ പരിപാടി ബഹിഷ്കരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് സാർ, CPM-നുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? അല്ല, ഈ വടകരയില് CPM-ന്റെ പൊന്നാപുരം കോട്ടയൊക്കെ പോയല്ലേ, പഴങ്കഥയായോ? പിന്നെ 2019 കെ മുരളീധരൻ അവിടെ വടകരയിൽ നിന്ന് സുഖമായിട്ട് ജയിച്ചു പോയി. അല്ല സാർ, വടകരയിൽ നിന്ന് മുമ്പും UDF ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വടകരയിൽ ഇവരുടെ കോട്ടയാണ് എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ ഇടിവ് സംഭവിച്ചു. ഇപ്പൊ വലിയ ഭൂരിപക്ഷത്തിന് RMPയുടെ വരവോടുകൂടിയൊക്കെ കാര്യങ്ങളൊക്കെ മാറി. വടകരയിലെ MLA ആര്? KK രമ. TP ചന്ദ്രശേഖരനുള്ള അംഗീകാരം വളരെ വലുതാണ്. അതാണ് KK രമയ്ക്ക് കിട്ടിയത്. അതെ. പിന്നെ മുരളീധരൻ വീഴ്ത്തിയത് ആരെയാണ്? CPM-ലെ പി ജയരാജനെയാണ് വീഴ്ത്തിയത്. അപ്പൊ ഇതൊക്കെ അവർക്ക് വലിയ ക്ഷീണമല്ലേ ഉണ്ടാക്കിയത്? അവിടെ വിഭാഗീയത രൂക്ഷമാണ്. കതിരൂരിന്റെ ചെഞ്ചോര സൂര്യൻ എന്നൊക്കെയാണ് പറയുന്നത്. പി ജയരാജനെയാണ്. പിന്നെ പിണറായി വിജയൻ വരുന്നുടനെ സദസ്സ് നിറഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്നതിന് സദസ്സ് നിറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പ്രശാന്തിന് അറിയാമോ? ഈ പാവം പിടിച്ച ആശാപ്രവർത്തകരെയാണ് കൊണ്ടുവന്നിരുത്തുന്നത്. അവരൊക്കെ തിരുവനന്തപുരം കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കുടുംബശ്രീക്കാരെ, ആശാപ്രവർത്തകരെ ഒക്കെ കൊണ്ടുവന്നിരുത്തും. ഹരിതകർമ്മസേന. ഇവര് ഇപ്പൊ സെക്രട്ടേറിയറ്റ് നടയിൽ കിടക്കുകയാണ്. അപ്പൊ ആളില്ല. അതാണ് കാര്യം. ഇതിനകത്തൊരു പ്രധാന കാര്യം അത് തന്നെയാണ്. പിന്നെ പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ മുഴുവനുണ്ട്, പ്രത്യേകിച്ച് വടകര ഭാഗത്തും ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് അവിടെ ആളില്ലാത്തത്. ഇപ്പൊ ഓർക്കണം, ഈ ആശാപ്രവർത്തകരെയും കുടുംബശ്രീ പ്രവർത്തകരെയും ഈ ഹരിതകർമ്മ സേനകളെയും ഒക്കെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിരുത്തുന്ന പരിപാടിയാണ് ഇവന്മാർ കാണിക്കുന്നത്. പണ്ട് തിരുവനന്തപുരത്ത് ഒരു ജോലി ഉണ്ടായിരുന്നു, അറിയാമോ? ഹിന്ദി പ്രചാര സഭയിൽ നിന്ന് അവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുപോകും. ടാഗോർ തിയേറ്ററിലെ മന്ത്രിമാര് പങ്കെടുക്കുന്ന ഏത് പരിപാടി ഉണ്ടെങ്കിലും ഹിന്ദി പ്രചാര സഭയിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ ഇരുന്നു. അവരൊരു യൂണിഫോമിലാണ്, അവരുടെ സാരി എല്ലാവർക്കും. അന്ന് പ്രചാര സഭയുടെ അധ്യക്ഷൻ ആരാന്ന് അറിയുന്നില്ല. ഇവർക്കൊക്കെ എന്താണെന്നറിയാമോ? ഈ മന്ത്രിസഭയെ താങ്ങി നിർത്തുക, ഈ മന്ത്രിമാരുടെ പാദസേവ ചെയ്യുക, അതിന്റെ ഭാഗമായിട്ട് അങ്ങ് വിട്ടുകൊടുക്കും. എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ്. ഈ പാവം പിടിച്ചവർ പോയി ഈ വിഷയവുമായി ബന്ധമില്ലാത്തവർ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക, വേഷം കെട്ടി ആള് കൂട്ടാൻ വേണ്ടി. ഇവർമാർക്ക് വേറെ പണിയില്ല ഇതിനേക്കാള്. ഇതുപോലെയാണ് ഇപ്പൊ ഇവിടെ പിണറായി വിജയൻ വരുമ്പോ എന്താ ആള് കൂടിയിരിക്കണമെന്നുണ്ടോ? ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടെ, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇതുപോലെ എല്ലായിടത്തും പോകുമ്പോൾ അവിടെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കും. ഈ കാര്യം കിട്ടിയിട്ടുണ്ട്. CH രമേശന് കിട്ടിയിട്ടുണ്ട്. ഏത് മുൻ മുഖ്യമന്ത്രിമാർക്കാണ്? ഉമ്മൻചാണ്ടിക്കും ഉണ്ട്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ കൂടെ തന്നെ ഒരു വലിയ ഉണ്ട്, ഒരു പൊതുയോഗത്തിനുള്ള ആൾ എപ്പോഴും കൂടെ കാണും. ഇത് രസകരമായ ഒരു കാര്യം, ഉമ്മൻചാണ്ടിക്ക് കാറിലിരിക്കാൻ സ്ഥലമില്ല. പണ്ടൊരു സിനിമയിൽ മാമുക്കോയെ കാറിൽ നിന്ന് തള്ളിയിറക്കുന്ന പോലെ ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. മുഖ്യമന്ത്രിയാണെന്നുള്ളതൊന്നും കാര്യമില്ല, പക്ഷെ കൂടെ ഒരുപാട് ആൾക്കാർ കാണുമെന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ പിന്നെ ബെഡ്റൂമിലും ഉണ്ട്. അതെ. ബാത്റൂമിന്റെ വാതിക്ക് ബാത്റൂമിൽ കയറിയാൽ ആലോചിച്ചു നോക്കെ. ഉമ്മൻചാണ്ടിക്ക് പിന്നെ ആളും ആരോ ഇല്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് നിൽക്കുന്ന കാര്യം അദ്ദേഹത്തിന് വലിയ ഒരു ദുസ്വപ്നം പോലെയാണ്. മുണ്ടൊന്ന് അഴിഞ്ഞു പോയാലുണ്ടല്ലോ, ഉടുക്കാൻ പറ്റത്തില്ല, കൈ തട്ടും. ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണെന്നേ. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരാണ്. നമുക്ക് കോൺഗ്രസ്സുകാരുടെ കാര്യം അറിയാമല്ലോ. ഉന്തിത്തള്ളി ഒരു ക്യാമറ കണ്ടാ ഉടനെ ചാടി അതിനകത്തിട്ട് നിൽക്കുന്നവരാണ് കോൺഗ്രസിന്റെ പൊതുയോഗങ്ങളിൽ തന്നെ കണ്ടിട്ടില്ലേ? പിന്നെ വേദിയിൽ 4 കസേര, 4 പേരാണ് പ്രസംഗിക്കുന്നത്. 400 പേര് ആ വേദിയിലുണ്ടാവും. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് പല വേദികളും തകർന്നു വീണിട്ടുണ്ട് ഈ ആള് കൂടിയത്, വാർത്തയായിട്ടുണ്ട്. അപ്പൊ ഇവിടെ പക്ഷെ CPM-ന്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേദിയിൽ 4 കസേര എന്ന് പറഞ്ഞാൽ 4 പേര്, 5ാമത് ഒരാൾ അവിടെ ഉണ്ടാകത്തില്ല. അതൊക്കെയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ പിണറായി വരുന്നുണ്ടോ ആള് കൂടണമെന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ഡിപ്പാർട്ടുമായി ബന്ധമുള്ളവരെ കൊണ്ടിരുത്തണം. ഇല്ലേ പാർട്ടിക്കാരില്ലേ? KK രമയും ഷാഫി പറമ്പിലും വന്നില്ല എന്ന് പോലും.
അവര് വരണം എന്നുള്ളത് ഒരുപക്ഷെ അവിടുത്തെ ആവശ്യകതയായിരിക്കും. പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇവരൊക്കെ പങ്കെടുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ നമുക്ക് നിർബന്ധിച്ച് തിട്ടൂരൊന്നും ഇറക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ കെ രമയെ കാണുന്നത് തന്നെ പിണറായിക്ക് ചതുർത്ഥിയാണ്. നിയമസഭയിൽ കെ രമ എഴുന്നേൽക്കുമ്പോ തന്നെ പിണറായി ഹാലിളകാൻ തുടങ്ങും. അല്ല സാർ, അത് നിയമസഭയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പിണറായി വിജയൻ ഉത്തരം പറയേണ്ട ഏതെങ്കിലും ഒരു ചോദ്യം, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം, മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പുകളുടെ ചോദ്യം കെ രമ ചോദിച്ചാൽ അതിന് ഉത്തരം പറയുന്നത് പിണറായി വിജയനല്ല, കെ ശൈലജയോ അല്ലെങ്കിൽ വീണ ജോർജോ ഒക്കെയാണ്. അതിന് പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് പകരം മറുപടി ഒരു സ്ത്രീ പറയുന്നു എന്നുള്ളതൊക്കെയാണ് അവർ ന്യായീകരിക്കുന്നത്. പക്ഷെ പാർട്ടി തലേദിവസം കൂടി തീരുമാനിക്കും കെ രമയുടെ ചോദ്യം ഉണ്ടെങ്കിൽ ആര് മറുപടി പറയണം. പിണറായി വിജയൻ ഒരു കാരണവശാലും മറുപടി പറയില്ല. അതൊരു കീഴ്വഴക്കമാക്കി കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. താൻ അത്ര ചെറുതായി പോയോ അതെ എന്നുള്ളതാണ്. അവരും ജനങ്ങളുടെ വോട്ട് കൊണ്ട് തന്നെയാണ് ജയിച്ച് നിയമസഭയിൽ എത്തിയത്, അല്ലാതെ ഓട് പൊളിച്ചൊന്നും അല്ല. കെ രമ എനിക്ക് തോന്നുന്നു ഒരു മുന്നണിയിലും നിന്നില്ലെങ്കിലും അവിടെ ജയിച്ചു വരും എന്നുള്ളതാണ്. കെ രമയുടെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യാൻ തന്നെ നിയമസഭയിലേക്ക് വരുന്നത് TP ചന്ദ്രശേഖരന്റെ പടമുള്ള ഒരു ബാഡ്ജ്യം വെച്ചുകൊണ്ടാണ്. അത് തന്നെ ഈ പിണറായിക്കുള്ള കൃത്യമായ മെസ്സേജ് ആണ്. CPM-ന്റെയും നെഞ്ചിൽ കൊണ്ടതാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ വടകരയിൽ കണ്ട കാഴ്ച മലബാറിൽ പാർട്ടിയുടെ, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ പാർട്ടിയുടെ വേരറുത്തു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണോ? പാർട്ടി ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധി ഈ വടക്കൻ ജില്ലകളിൽ നേരിടുന്നു എന്നുള്ളതിന്റെ സൂചനയാണോ? അതിന്റെ ഇപ്പൊ ഫലം കാണാൻ പോകുന്നത് അടുത്ത മാസം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ കിട്ടും. അത് അൻവർ അത് കൊടുത്തിരിക്കും. അത് അവിടെ ആയിരിക്കും. ഇവിടെ നമുക്ക് അളക്കാം ഭരണവിരുദ്ധ വികാരമുണ്ടോ, CPM-ന് ക്ഷയം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ളിടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, പാലക്കാടും പുതുപ്പള്ളിയിലും ഒന്നും. കാരണം അത് വേറൊരു തരത്തിലാണ് അവിടെ കാര്യങ്ങൾ പോയത്. പ്രഖ്യാപിത UDF മണ്ഡലങ്ങളാണ് ഏറെ കാലം. അതുമല്ല, പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് വന്നെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി തരംഗമാണ്. തൃക്കാക്കരയിൽ PT തോമസ് തരംഗം, സഹതാപ തരംഗം. പാലക്കാട് അത് വേറൊരു തരത്തിലാണ്, സിറ്റിംഗ് ആണ്. അതെ. പിന്നെ ചേലക്കരയിൽ BJP അവിടെ നിർണായക ശക്തിയായി മാറി. അവിടെ ചേലക്കരയിൽ എടുത്തു പറയേണ്ട കാര്യം, LDF അഥവാ CPM അവിടെ ജയിച്ചെങ്കിലും അവിടെ BJP വലിയ തോതിൽ വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. അവിടെ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഏതാണ്ട് ഈ K രാധാകൃഷ്ണന് കിട്ടിയ അത്രയും ഭൂരിപക്ഷം ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക്, ആ രമ്യക്ക് കിട്ടിയേനെ എന്ന് പോലും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് വടകരയിൽ കണ്ടത് നമ്മൾ നിസാരമായിട്ട് തള്ളിക്കളയണ്ട. CPM-ന് അടി ഏറ്റു തുടങ്ങി, പ്രത്യേകിച്ച് പിണറായി വിജയന്. കാരണം പിണറായി വിജയന് ഈ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതോടുകൂടി സംസ്ഥാന സമ്മേളനം വരെ വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്റെ കൈകളിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ആ കാഴ്ചപ്പാട്ടിൽ തന്നെ പാർട്ടി കോൺഗ്രസിലെയും കൊണ്ടുപോകാം, കേരളത്തിൽ മാത്രം അല്ലേ ഭരണമുള്ളൂ, അത് താൻ വഴി വേണമല്ലോ കാര്യങ്ങൾ പോകാൻ, പണം കിട്ടണമെങ്കിൽ ഇവിടുന്നല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് പിണറായി ധരിച്ചതും അഹങ്കരിച്ചതും. പക്ഷേ പല സംസ്ഥാനങ്ങളും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ബേബി മത്സരം പോലും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരം നടന്നു. പിന്നെ അതുപോലെ തന്നെ ബേബി ജനറൽ സെക്രട്ടറി ആയി മാറി എന്നുള്ളതാണ്. അപ്പൊ ഇനിയാണ് കാര്യങ്ങൾ നില വിട്ട് കാര്യങ്ങൾ മാറാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ഇവിടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു CPM-ന് ഏൽക്കുന്ന ഒരു അടിയാണ്. കൂനിന്മേൽ ഗുരു എന്ന് പറഞ്ഞ പോലെ SFIO ED ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുകയാണ്. പാർട്ടിയെ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യമായി ജനം മനസ്സിലാക്കി. ഇപ്പോൾ ഹിന്ദു പ്രീണനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിന്റെ പ്രതിഫലനമാണ് വടകരയിൽ കണ്ടത്. അതെ, ആളില്ലാതെ പോവുക എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി വളരെ ഖേദത്തോടെ, വളരെ വിഷമത്തോടെ, വളരെ എന്താ പറയണ്ടേ, ഒട്ടും വളരെ അസ്വസ്ഥനായിട്ടാണ് അവിടുന്ന് മടങ്ങിയതെന്നാണ് റിപ്പോർട്ട്.